സത്യേട്ടാ, ഇത് ഞങ്ങളുടെ അധികാര പരിധിയിലുള്ളൊരു സ്ഥാപനം. ഇവിടെ ആര് താമസിച്ചാലും ഞങ്ങൾ അറിയണ്ടേ? പിന്നെ എന്തിനു ഒറ്റക്ക് വന്ന് ഇവിടെ താമസിക്കണം? എനിക്ക് ജോലി ഇവിടെ ആയതുകൊണ്ട്. എവിടെ? എന്ത് ജോലി? ഇൻഫോ പാർക്കില്. ഇൻഫോ പാർക്കിൽ ജോലിയാണത്. പാർക്കില് സത്യേട്ടാ, ഇത് ഞങ്ങളെ നോവിച്ചിട്ട് ഇവിടെ ആരും സമാധാനമായിട്ട് ജീവിക്കാതെ അതെ, ഇരുന്നല മൂലികളെയാണ് പേടിപ്പിച്ചു വിട്ടത്. ശരിയാക്കാം, നമുക്ക് ശരിയാക്കാം. നീ അനുഭവിച്ചില്ലേ? ഞാൻ അവിടെ തൊട്ടടുത്ത വീട്ടിലാണ് താമസം. എന്റെ പേര് സത്യശീലൻ എന്നാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോ. തരും. വേറെ കുഴപ്പക്കാരൊന്നുമല്ല, വെറുതെ ഒന്നും ഇങ്ങനെ ബഹളം ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. ഇഷ്ടം. ആ, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാ, ഒട്ടും മടിക്കണ്ട കേട്ടാ. സത്യം. വരുന്നുണ്ട് കണ്ട. ഒരു ഹൗസ് ഓണർ പോയാക്കോ. ഹലോ, ജോഹനപേട്ട പുറത്തേക്കൊക്കെ ഇറങ്ങിയോ? അത് ശരി. എടാ, അത് ഇളകണുണ്ട്, അത് ഇളകണുണ്ട്. ആ സീറ്റ് ഇളകണുണ്ടേ. ഏതെങ്കിലും ഒരു ആശാരിയെ വിളിച്ച് പണിയിപ്പിക്കേണ്ടി വരും അത്. ശരി, ഞാൻ എന്നോടാ പറഞ്ഞു വിചാരിച്ചിട്ട്. ഓക്കെ. ഞാനേ അന്റെ വീടില് ഇതുണ്ടോ? ബിസ്ക്കറ്റ് ഒന്നും മേടിക്കാറില്ലല്ലോ. എന്താ? ബിസ്ക്കറ്റേ അവിടെ ഇപ്പതാ 3-4 കുട്ടികൾ വന്നിട്ടുണ്ട്. ഏടോ ചങ്ങായി, പൂച്ചക്കുട്ടികൾ 4 അപ്പൊ അവിടെ കിടന്ന് കെട്ടിത്തീരാണ്. ഒറ്റക്ക് വന്നു കയറിയ വെള്ളപ്പൂച്ച ആയിരിക്കും അല്ലേ? വെള്ളപ്പൂച്ച അല്ലല്ലോ, കറുപ്പല്ലേ? വെളുപ്പല്ലേ? കറുത്ത പൂച്ചാണ് 3 മറ്റേ വാടക വീട്ടിലേ മൊയ്തുവിന്റെ ശരി. അതപ്പ എന്റെ സൂക്കട്. അത് നമുക്ക് പറ്റിയ കേസല്ല, നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. അവളവിടെ നിന്ന് ഒഴിവാക്കാന്ന്. അതിന് ഞാൻ ഓളെ കെട്ടിയിട്ടൊന്നുമില്ല. ഓളവിടെ വാടക താമസിക്കല്ലേ, പിന്നെ ഇവിടെ ഒഴിവാക്കണം. ആളുകൾ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും. കോയക്കാക്ക് ചീത്തപ്പേരല്ലേ? പറയണ നായ്ക്കള് പറയട്ടെ. നമുക്ക് അളക്കാൻ പറ്റുമോ? നമ്മളെ പോലുള്ള മാന്യന്മാരെ അതിലട പറഞ്ഞാന്ന്. ഞാൻ എന്താ പറഞ്ഞാലേ, എന്തിനാ ഈ വണ്ടി വലിക്കൊക്കെ നിക്കണ? ആ കുട്ടീനെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിക്കളെ. അതെ, നല്ല മാന്യ മര്യാദക്ക് കുടുംബമായിട്ട് ജീവിക്കണ പല പാർട്ടീസിനെ ഞാൻ കൊണ്ടുവന്നു തരാം. പിന്നെന്താ കുഴപ്പം? അതെ, ഏത് ബിസ്ക്കറ്റ് വേണ്ടേ? അങ്ങോട്ട് ഒഴിവാക്കി കാണണ്ട. എന്ത് അന്റെ ബിസ്ക്കറ്റ്? എന്തിനാ ആ പൂച്ചകൾക്ക് കൊടുത്ത അവറ്റ തൂടി ചാവൂലേ? അന്റെ ബിസ്ക്കറ്റും വേണ്ട. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാ. അവറ്റക്ക് വല്ല കഞ്ഞിയും വെച്ച് കൊടുക്കാൻ. ദർശനേ പരമസുഖം. പണിക്കാരൊന്നും വിടണട്ടോ. അവിടെ തന്നെ ഇരുന്നോ. ഇത് മറ്റേതാണ്. ഓ, ഈ പ്രായത്തിൽ ഇയാളുടെ ഒക്കെ ഒരു പൂച്ച. ചിലവർക്ക് പൂച്ചനെ വലിയ ഇഷ്ടം, ചിലവർക്ക് കാരണന്മാരെ ഇഷ്ടം. ഞാൻ കേബിള് ഏത് വഴി ഇടണമെന്ന് നോക്കിയതാണേ. കേബിളോ? മറ്റേ ടിവിയുടെ കേബിള് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടാണല്ലോ അയാളോട്. വേണ്ടെന്ന് പറഞ്ഞു. അല്ല, പുള്ളി പറഞ്ഞു. അപ്പോ
കുഴപ്പമില്ല, ഞാൻ വേണ്ടെന്ന് പറഞ്ഞോളാം. അല്ല എനിക്ക് വേണ്ട. ആ വേണമെന്ന് വിചാരിച്ചു ഞാനേ. വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? ഇപ്പൊ വന്നാണല്ലേ? ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് മതി. ഇപ്പൊ മകൻ എന്നാ അമേരിക്കന്ന് വരുന്നത്? 2 മാസം കഴിയും. വന്ന കൂടെ പോവാണെന്ന് പറഞ്ഞിട്ട്. പോണെന്നാ അവര് പറയുന്നു. മൂപ്പരിക്ക് അമേരിക്കയിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. നമുക്ക് കേരളത്തിന്റെ ഒരു മൂല പോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണില്ല. അതൊന്നും കാര്യമില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? അതെവിടെ പണി? അതെ, സമ്മതിച്ചു നിങ്ങളെ. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഏത് പറഞ്ഞത്? അല്ല, മറ്റേ ആ പെണ്ണിന്റെ കാര്യേ. ഏത് പെണ്ണിന്റെ കാര്യം? ആ മൊയ്തുവിന്റെ വാടക വീട്ടിലൊരു പുതിയ ആള് താമസിക്കണ്ടല്ലോ. ആ സത്യത്തിൽ എന്താ വെച്ചാൽ അത് പ്രശ്നാ. ഞാനന്ന് പറഞ്ഞതാ. അപ്പൊ മാന്യൻ വിശ്വാസം വരുന്നില്ല. അല്ല, നമ്മളിപ്പോ കാണാതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ ഈ സ്ത്രീ വന്നതിന്റെ പിറ്റേ ദിവസം സുമേഷ് ഏട്ടൻ ആ സ്ത്രീനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുഗത അവിടെ ഒരു പെണ്ണ് താമസിക്കണല്ലോ, ആള് ശരിയല്ലോ എന്ന്. അല്ലേ പറഞ്ഞില്ലല്ലോ? നമ്മളിത് ഒരുപാട് കണ്ടതാണേ. ഇന്നലെ വേറൊരു വിഷയം ഉണ്ടായി. എന്ത്? അല്ലെങ്കിൽ വേണ്ട, എന്തിനാ അതൊക്കെ പറഞ്ഞു? കേക്കട്ടെ. ഏയ് വേണ്ട അത് പറയണ മോശാണ്. ഇല്ല സത്യം വേണ്ട, മോശാണ്. കേക്കട്ടെ. ഒന്നുമില്ല, ഞാൻ ഇന്നലെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണല്ലോ ഇവിടെ താമസിക്കണത്. അപ്പൊ വീട്ടിലിങ്ങനെ കേറുന്ന സമയത്ത് സത്യേട്ടാ വിളി. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇവള് പറയണേ, സത്യേട്ടാ വാ, നിങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലാന്ന്. എന്റെ വീട്ടിൽ ആളുണ്ടോ ആളില്ലാന്ന് ഇവിടെ നോക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, പൊന്നുമോളെ നീ ഇപ്പൊ വിളിച്ചത് വിളിച്ചു, മേലാൽ എന്നെ വിളിക്കരുത്, ഞാൻ അത്തരക്കാരനല്ലാന്ന്. മാത്രല്ലാന്നേ ഒരു പട്ടാപ്പകല് 4 മണി 5 മണിയൊക്കെ സമയത്താണ് ഈ വിളിക്കണതേ. അവർക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെ, എത്രയും പെട്ടെന്ന് അവളെ അവിടുന്ന് ചാടിക്കണം. അതിനെന്താ വഴി ആ വഴി നോക്കണം.